ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകളുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത ഇടിഞ്ഞു വീഴുന്നു. മറ്റൊരിടത്ത് ദേശീയപാത കെട്ടിപ്പൊക്കി അവിടെ നിന്നും ഈ റോഡ് കുന്നിടിഞ്ഞിടിഞ്ഞ് വീഴുന്ന ഒരവസ്ഥയുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് ദേശീയപാതയുടെ വിടവിലൂടെ ഒരു സ്കൂട്ടർ താഴെ പോയി, പിന്നെ അഗ്നിരക്ഷാ സേനയൊക്കെ എത്തി അത് രക്ഷപ്പെടുത്തുന്നു. അതിലിരുന്ന യാത്രക്കാരന് പരിക്കേൽക്കുന്നു. അങ്ങനെ സർവത്ര അപാകതകളാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കാര്യങ്ങൾ. ഇതിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ മഴക്കാലം വരാൻ പോകാൻ 27 തൊട്ടൊക്കെ കാലവർഷം എത്തുമെന്ന് പറയുന്നു. അതിനിടയ്ക്കും ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നത് ആളുകളെ കൂടുതൽ ഭയപ്പെടുത്തുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മളിനി പോകുന്നത് ഈ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകളിൽ പ്രതിഷേധം ശക്തമാകുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് ദേശീയപാതയിൽ കൊയിലാണ്ടി കുന്നിയോർ മലയിലെ പ്രദേശവാസികളും പ്രതിഷേധം തുടരുകയാണ്. കൊയിലാണ്ടിയിൽ നിന്നും രതീഷ് വാസുദേവനുണ്ട് വിവരങ്ങളുമായിട്ട്. രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. കാരണം ഇന്നലെ നടന്ന സംഭവം തന്നെ, ഈ റോഡിന്റെ വിടവിലൂടെ ഒരാൾ താഴേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ പിന്നീട് അഗ്നിരക്ഷാ സേന എത്തുന്നു, രക്ഷപ്പെടുത്തുന്നു. പരുക്കുകളായിട്ട് ആശുപത്രിയിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു നിലവിലെ ഈ പുലർച്ചെ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് കൊയിലാണ്ടി ദേശീയപാതയുടെ പ്രവർത്തനം നടക്കുന്ന കൊയിലാണ്ടി കുന്നിയോർമല. ഇതൊരു വലിയ മലയായിരുന്നു. ഇപ്പോൾ ആ മലയില്ല. ആ മല നെടുകെ പിളർന്നാണ് ദേശീയപാത മുന്നോട്ട് പോകുന്നത്. ഈ പ്രദേശത്തുകാർക്ക് വികസനം വരുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അവരൊക്കെ സ്വമേധയാ സംബന്ധിച്ച് തന്നെയാണ് ഈ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുക്കുകയും സ്വമേധയാ അതിന് തയ്യാറാവുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴുള്ള അവരുടെ ആശങ്ക, ഇപ്പോൾ നമുക്കറിയാം, ഇത് ഈ 40 അടിയിലധികം ഉയരത്തിൽ കുത്തനെ ഇടിച്ചിരിക്കുന്നു ഈ മണ്ണ്. എന്ത് ശാസ്ത്രീയ ധാരണയിലാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. ഇവിടെ നെയിലിംഗ് നടത്തിയിരിക്കുന്നു. ഈ നെയിലിംഗ് ഒക്കെ പലയിടത്ത് പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. അതാണ് അതിന് മുകളിൽ 10-40 വീടുകളും ഇതിന് ഈ ഉയരത്തിലുണ്ട്. അവരൊക്കെ വലിയ ആശങ്കയിലാണ്. അവർ 15 ദിവസമായി കുന്നിയോർമലയിലെ ജനങ്ങൾ ഈ ആശങ്കയ്ക്ക് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ഈ ദേശീയപാത പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ദേശീയപാതയിൽ സമരത്തിലാണ്. ഇപ്പോൾ നമ്മോടൊപ്പം സമരസമിതിയുടെ ചെയർപേഴ്സണും വാർഡ് മെമ്പറൊക്കെ ആയിട്ടുള്ള സുമതി ചേച്ചിയുണ്ട്. നിങ്ങളിപ്പോൾ സമരത്തിലാണല്ലോ. ഇതിനു മുമ്പും വിവിധ സമരങ്ങൾ നടത്തി, ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിലേക്ക് 15 ദിവസമായി. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു ആശങ്ക കാര്യങ്ങൾ? ആശങ്ക എന്ന് പറഞ്ഞാൽ ഇത് അശാസ്ത്രീയമായ മണ്ണെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഒരു പ്രശ്നം ഉണ്ടായത്. ഇതിനു ശേഷം ഇപ്പോൾ 1.5-2 വർഷമായി വരെ വയ്യ തന്നെയാണ്. ഇത് ശരിയല്ല, ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞത്. ഇത് 10 മീറ്റർ താഴ്ചയിൽ തന്നെ ഇവിടെ വലിയൊരു ഇടിയൽ ഉണ്ടായതാണ്. അന്നേ നാട്ടുകാർ തടഞ്ഞതാണ്. പിന്നെ അവർ സോയിൽ നെയിലിംഗ് ചെയ്ത് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കിനും അത് പൊളിയാൻ തുടങ്ങി. പിന്നെ അവർ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഉറവ് വന്നിട്ട് ഇടിയാൻ തുടങ്ങി. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായി. ഇവർ ഒരുപാട് വരെ സമരമായിട്ടും അതുപോലെ തന്നെ ആളുകളൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളും അതുപോലെ തന്നെ MP എല്ലാം ഇടപെട്ട കേസാണ്. അന്ന് ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്ഥലം ഏറ്റെടുക്കുന്നതാണ് പറഞ്ഞത്. കഴിഞ്ഞ മഴയത്ത് അതുപോലെ തന്നെ 19 ദിവസം ക്യാമ്പിലൊക്കെ താമസിച്ചതാണ്. അന്ന് MP-നോടും അതുപോലെ തന്നെ MLA-നോടൊക്കെ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഏറ്റെടുക്കുക എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു 1.5 മാസത്തിൻ്റെ മുൻപുറമാണ് ഇവരിപ്പോൾ മാറ്റി പറയാൻ തുടങ്ങിയത്. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇടിക്കട്ടെ, മൊത്തം ഇടിഞ്ഞ് വീഴട്ടെ, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ശരിയുള്ളൊരു മറുപടി അല്ല. അത് എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങൾ സമരമായിട്ട് എന്തായിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഇവരെ ശരിക്കും കൃത്യമായൊരു മറുപടി ഇവർ തരുന്നില്ല. അതാണ് ഭയങ്കര പ്രശ്നം. ഇതെന്താ വെച്ചാൽ ഇത് ഭയങ്കര ആശങ്കയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ മൊത്തം ഉള്ളത്. അല്ല, ഇതിപ്പോൾ ഒരു നാട്ടുകാർ വികസന വിരുദ്ധമായ നിലപാടെടുക്കുക എന്നുള്ള ഒരു ആശങ്ക പൊതുവെ ചർച്ച ചെയ്യപ്പെടുമല്ലോ. അത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ വിശദീകരിക്കുന്നത്? അല്ല, വികസനം ഞങ്ങളെതിരല്ല. കാരണം എന്താ വെച്ചാൽ വികസനം വേണം. പക്ഷേ ഇത്രയും ജനങ്ങളെ കണ്ണീരിലാക്കിയിട്ടും ഈ ആൾക്കാരൊക്കെ മണ്ണിൻ്റെ അടിയിലാക്കിയിട്ടും ഒരു വികസനം വേണ്ട എന്നാണ് പറയുന്നത്. കാരണം ഈ 2 ഭാഗം ഇപ്പോൾ റോഡ് തന്നെ ഒരു സുരക്ഷിത അല്ലാത്തൊരു സ്ഥിതിയാണുള്ളത്. കാരണം 2 ഭാഗം ഇടിയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉദാഹരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മലപ്പുറം, ഇപ്പം 2 ദിവസം മുന്നേ മലപ്പുറം, അതുപോലെ തന്നെ കാസർഗോഡ്, വടകരയൊക്കെ വലിയൊരു ദുരന്തം ഉണ്ടായതാണ്. അതെല്ലാം കണ്ടുകൊണ്ടാണ് ഇതിനു ശേഷമാണ് ഇവർ സോയിൽ നെയിലിംഗ് ചെയ്യണം തന്നെ ഒരു ഭാഷ ഇവർക്ക്. രവിയേട്ട, എന്താണ് ഇവിടുത്തെ പ്രദേശവാസികൾ ആശങ്ക നടന്ന മണ്ണിടിച്ചിലാണ്. ഇപ്പം ഇടിയാൻ പോകുന്ന സംഭവം കൂടി ഉണ്ട്. വേറെ ഇങ്ങനെ ഇപ്പം കുപ്പയിലൊക്കെ സംഭവിച്ച മാതിരി അടിയിൽ നിന്ന് മണ്ണ് തന്നെയിട്ട് വരിക, അവിടെയൊക്കെ ഇങ്ങോട്ടേക്ക് വരിക. അതും മാറിയിട്ട് അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നാലും സമരമായിട്ട് പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. സേതു, തീർച്ചയായും ഇതാണ് ഒരു വികസനത്തിന് ആ നാട്ടുകാർ എന്ന നിലയിൽ അവർ എതിരല്ല. പക്ഷേ അവരുടെ സ്വാഭാവിക ജീവിതത്തിൽ അവരുടെ നിലപാട് വ്യക്തമാണ്.